ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ദി ഹങ്കർ ട്രാവലർ. ഇന്ന് നമുക്ക് തൃശ്ശൂർ ഭാഗങ്ങളിലൊക്കെ വെക്കുന്ന അടിപൊളി ഒരു കല്യാണ പോർക്ക് ഉണ്ടാക്കിയാലാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 1/2 കിലോ പോർക്ക് നന്നായി കഴുകി വൃത്തിയാക്കിയിട്ട് വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ 1 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ചതച്ചതും 1 ടേബിൾ സ്പൂൺ ഇഞ്ചി ഇതേപോലെ നീളത്തിൽ അരിഞ്ഞതും 10-15 ചെറിയ ഉള്ളിയും പിന്നെ അതിലേക്ക് ഒരു പച്ചമുളക് ഇതേപോലെ അരിഞ്ഞതും കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർക്കാം. അതിലേക്ക് ഇനി നമ്മൾ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു വലിയ സ്പൂണ് നമ്മുടെ കുരുമുളക് ക്രഷ് ചെയ്തതും ആവശ്യത്തിന് കല്ലുപ്പ് പൊടിയുപ്പ് നിങ്ങൾക്ക് ചേർക്കാം. പിന്നെ ഒരു സ്പൂൺ നമ്മുടെ വെളിച്ചെണ്ണയും കൂടെ അതിനകത്ത് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് കൈ കൊണ്ട് തിരുമ്മി പിടിപ്പിക്കണം കേട്ടോ. വേറെ മസാലസ് ഒന്നും നമ്മളിപ്പോൾ വേവിക്കുന്ന സമയത്ത് ഇടുന്നില്ല. ഈ മഞ്ഞൾപ്പൊടിയിലും കുരുമുളകിലും കിടന്നിട്ട് വേണം ഇത് നന്നായിട്ട് വെന്ത് വരാനായിട്ട്. അപ്പോൾ ഇത് നല്ലോണം ഇതിൽ തിരുമ്മി പിടിപ്പിക്കണം. വെളിച്ചെണ്ണ ഒഴിക്കുമ്പോൾ അതിനൊരു പ്രത്യേക മണം കേട്ടോ. അപ്പോൾ അത് ഈ സ്റ്റെപ്പ് മിക്സ് ചെയ്യാണ്ട് ചെയ്തോളാം. അപ്പോൾ ഇതാ നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഒരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. കുക്കറിൽ ഇട്ടിട്ട് വേറെ വെള്ളമൊന്നും ഒഴിക്കുന്നില്ല. പോർക്കിൽ തന്നെ കുറച്ച് വെള്ളം ഇറങ്ങുന്നതാണ്. അപ്പോൾ ഇത് നമ്മൾ ഒരു ഏകദേശം 3 വിസിൽ വരുന്നത് വരെ മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വേവിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. നിങ്ങളെങ്ങനെയാണ് വേവിക്കുന്നതെന്ന് വെച്ചാൽ അതുപോലെ വേവിക്കട്ടെ. അതിൻ്റെ ഇടയിൽ നമുക്ക് ഒരു 1/4 കപ്പ് തേങ്ങ ചിരവിയതും ഒരു സബോളയുടെ പകുതി ഇതേപോലെ നീളത്തിലരിഞ്ഞതും ഒരു പച്ചമുളകും കൂടെ ചേർത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം കേട്ടോ. ഏകദേശം എല്ലാം നല്ലൊരു ബ്രൗൺ കളറായിട്ട് വരണം. അതുവരെ നമുക്ക് വറുത്തെടുക്കാം. ഈ വറുത്തെടുക്കുന്നതിലാണ് നമ്മളുടെ കല്യാണ പോർക്കിൻ്റെ ടേസ്റ്റ് വരുന്നത് കേട്ടോ. അപ്പോൾ എല്ലാ തേങ്ങയും ചിരവിയ തേങ്ങയും നന്നായിട്ട് ബ്രൗൺ കളറായിട്ട് വന്നിട്ടുണ്ട്. അപ്പം നമ്മൾ വേവിക്കണം വെച്ച പോർക്കിലേക്ക് നമ്മൾ മല്ലിപ്പൊടിയും മുളക് പൊടിയും ഒന്നും ഇട്ടിട്ടില്ലല്ലോ. അപ്പോൾ നമ്മൾ ഈ തേങ്ങ വറുത്തിലേക്കാണ് ആദ്യം ഇത് ഇടാൻ പോകുന്നത്. അപ്പോൾ അതിലേക്ക് 1.5 വലിയ സ്പൂണ് മല്ലിപ്പൊടി ഇട്ടിട്ടുണ്ട്. അതിൻ്റെ ഒപ്പം തന്നെ ഒരു വലിയ സ്പൂണ് മുളക് പൊടിയും കൂടി ഇട്ടിട്ടുണ്ട്. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം. തീ കൂടുതലുണ്ടെങ്കിൽ നമുക്ക് തീ ഓഫ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതാ നമ്മുടെ പോർക്ക് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി വളരെ സിമ്പിളാണ് ചെയ്യാനായിട്ട്. നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന തേങ്ങാക്കൂട്ടുണ്ടല്ലോ അതിലേക്ക് ഇത് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് ഇങ്ങനെ ഇട്ടിട്ട് വരട്ടിയെടുക്കാം. അപ്പം നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അതേപോലെ ഈ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യും വേണം കേട്ടോ. ഇനി നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇത് എങ്ങനെയുണ്ടെന്ന് ഒന്ന് പറയണേ. അപ്പോൾ ഇത് നമ്മൾ നന്നായിട്ട് വരട്ടിയെടുക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് നെയ്യ് കൂടുതലുണ്ടെങ്കിൽ ഇതിൽ നിന്ന് നെയ്യ് ഊറ്റി വയ്ക്കാം. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ വേവിച്ചതിൽ അധികം നെയ്യില്ല. അപ്പോൾ വേറെ എണ്ണയൊന്നും നമ്മൾ ഉപയോഗിച്ചിട്ടില്ലല്ലോ. അപ്പോൾ ആ നെയ്യൊക്കെ ഇടുന്നിട്ട് തന്നെ ഇത് വരണ്ട് വരണം. ഏറ്റവും അവസാനം കുറച്ച് കറിവേപ്പിലയും ഒരു പച്ചമുളകും കൂടി ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളുടെ കല്യാണപ്പോർക്ക് റെഡിയായി. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളൊരു പ്രിപ്പറേഷനാണ് പോർക്കിൽ. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണിട്ട് ഒരു പ്രത്യേക ടേസ്റ്റാണ്. നിങ്ങൾ തൃശ്ശൂർ ഭാഗങ്ങളിലൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ ഇത് കഴിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും.